ഹായ് ആസ്പിരൻസ്. അപ്പോൾ എല്ലാവർക്കും സൈലന്റ് ബാങ്കിങ്ങിന്റെ മറ്റൊരു സെഷനിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് SBI PO അപ്ലിക്കേഷൻ പ്രോസസ്സ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് എങ്ങനെ ചെയ്യാമെന്നാണ് നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ ജനുവരി 16 ലാസ്റ്റ് ഡേറ്റ്. നമ്മുടെ അപ്ലിക്കേഷൻ പ്രോസസ്സ് 27 ഡിസംബറിന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ജനുവരി 16 വരെയാണ് അപ്ലൈ ചെയ്യാനുള്ള ടൈം ഡ്യൂറേഷൻ. ഓക്കെ, അപ്പോൾ ഓൺലൈൻ ഫോമിൽ വേണം ഇത് രജിസ്ട്രേഷൻ മെയ്ഡ് ചെയ്യാൻ. അതിൻ്റെ കൺസേൺഡ് ആയിട്ടുള്ള സൈറ്റ് എന്ന് പറയുന്നത് bank.sbi എന്ന് പറയുന്ന സൈറ്റ് വഴി പോയിട്ട് അതിൽ കരിയേഴ്സ് എന്ന് പറയുന്ന ഓപ്ഷനിൽ കറന്റ് ഓപ്പണിങ്സ് ഉണ്ട്. അതിൽ പോയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ആ കൺസേൺഡ് ആയിട്ടുള്ള രജിസ്ട്രേഷൻ ഫോം ഫില്ല് ചെയ്യാൻ വേണ്ടത്. ഓക്കെ, ഇനി പ്രീ റിക്വസൈറ്റ് SBI നോട്ടിഫിക്കേഷനിൽ മെൻഷൻ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ, ഓക്കെ, വാലിഡ് ആയിട്ടുള്ള ഒരു ഇമെയിൽ ഐഡിയും അതുപോലെ തന്നെ മൊബൈൽ നമ്പറും ഉണ്ടായിരിക്കണം. അതിൽ ഒരിക്കലും നമ്മൾ എന്ത് വരുത്താൻ പാടില്ല, മെയിൽ ID മാറുകയോ അതുപോലെ തന്നെ മൊബൈൽ നമ്പർ മാറുകയോ ചെയ്യരുത്. കാരണം SBI മെയ്ഡ് ചെയ്യുന്ന എല്ലാ കമ്മ്യൂണിക്കേഷൻസും റിഗാർഡിംഗ് ദ റിക്രൂട്ട്മെന്റ്സ് ഈ കൺസേൺഡ് ആയിട്ടുള്ള മൊബൈൽ നമ്പറിലോട്ടും മെയിൽ IDയിലോട്ടാണ് വരിക. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് അതിനുള്ള ഹെൽപ്പ് ലൈൻ നമ്പറും SBI പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആ കൺസേൺഡ് ആയിട്ടുള്ള നമ്പറാണ് ഇത്. അതുപോലെ തന്നെ മെയിൽ വഴിയും SBIയെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. മെയിൽ വഴി കോൺടാക്ട് ചെയ്യുമ്പോൾ സബ്ജക്റ്റിൽ ഇൻവോൾവ് ചെയ്യുന്ന കണ്ടന്റ് എന്ന് പറയുന്നത് റിക്രൂട്ട്മെന്റ് ഓഫ് പ്രൊബേഷണറി ഓഫീസേഴ്സ് ഇൻ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ 2024 എന്ന് പറഞ്ഞിട്ട് സബ്ജക്റ്റ് മെൻഷൻ ചെയ്യുകയും വേണം. ഓക്കെ, ഇനി ഏതൊക്കെ ഡോക്യുമെന്റ്സ് ആണ് നമ്മൾ ഓൾറെഡി സ്കാൻ ചെയ്ത് വെക്കേണ്ടത് എന്നുള്ളത് ആദ്യം നിങ്ങളൊന്ന് മനസ്സിലാക്കുക. ഫോട്ടോഗ്രാഫ്, സിഗ്നേച്ചർ, ലെഫ്റ്റ് ഹാൻഡ് തമ്പ് ഇംപ്രഷൻ ആൻഡ് ഹാൻഡ് റിട്ടൺ ഡിക്ലറേഷൻ. ഈ 4 എണ്ണത്തിൻ്റെയും സ്കാൻഡ് കോപ്പീസ് നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിരിക്കണം ബിഫോർ അപ്ലൈയിങ്. ഓക്കെ, അപ്പോൾ ദ ടെക്സ്റ്റ് ഫോർ ദി ഹാൻഡ് റിട്ടൺ ഡിക്ലറേഷൻ ഈസ് ആസ് ഫോളോസ് എന്നാണ് പറയുന്നത്. ഡിക്ലറേഷനിൽ ഇൻവോൾവ് ആവുന്ന സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ കണ്ടന്റ് ആണ് ഇവിടെ ഞാൻ ഇത് പുട്ട് ഫോർവേഡ് ചെയ്തിരിക്കുന്നത്. I-9 ഓഫ് ദി കാൻഡിഡേറ്റ്. അപ്പോൾ എൻ്റെ പേര്, അതായത് M ഹരികൃഷ്ണ എന്നാണ് വരിക. ഓക്കെ, ഡാഷ് ഡേറ്റ് ഓഫ് ബർത്ത് ആണ് മെൻഷൻ ചെയ്യേണ്ടത്. അപ്പോൾ എൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് ഞാനിവിടെ എഴുതുന്നുണ്ട്. ഹിയർ ബൈ ഡിക്ലെയർ ദാറ്റ് ഓൾ ദ ഇൻഫർമേഷൻ സബ്മിറ്റഡ് ബൈ മീ ഇൻ ദ അപ്ലിക്കേഷൻ ഫോം ഈസ് കറക്റ്റ്, ട്രൂ ആൻഡ് വാലിഡ്. ഐ വിൽ പ്രസന്റ് ദ സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ് ആസ് ആൻഡ് വെൻ റിക്വയർഡ്. സിഗ്നേച്ചർ, ഫോട്ടോഗ്രാഫ് ആൻഡ് ലെഫ്റ്റ് ഹാൻഡ് തമ്പ് ഇംപ്രഷൻ ഈസ് ഓഫ് മൈൻ എന്നാണ് പറയുന്നത് അല്ലേ. അപ്പോൾ ഈ ഒരു ഡിക്ലറേഷൻ ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നമ്മുടെ സ്വന്തം ഹാൻഡ് റിട്ടൺ ആയിട്ട് മെയ്ഡ് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ഹാൻഡ് റിട്ടൺ ഡിക്ലറേഷൻ മെയ്ഡ് ചെയ്യുമ്പോൾ നിങ്ങൾ വൈറ്റ് പേപ്പറിൽ ബ്ലാക്ക് പെന്ന് യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ. അതാണ് അവർ പറയുന്നത്. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കുക, നിങ്ങൾ ഇതിനു മുമ്പ് ചെയ്ത ഡിക്ലറേഷനിൽ IBPS റിലേറ്റഡ് ആയിട്ടുള്ള ഡിക്ലറേഷനിൽ എന്തുണ്ടാവില്ല, ഡേറ്റ് ഓഫ് ബർത്ത് ഇൻക്ലൂഡഡ് ആയിരിക്കില്ല, പക്ഷെ SBIയിൽ ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ അത് ശ്രദ്ധിച്ച് ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. ഓക്കെ, ഇനി അതുപോലെ തന്നെ ഫോട്ടോഗ്രാഫ് സ്കാൻ ചെയ്യണ സമയത്ത് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്ന്, ഫോട്ടോഗ്രാഫിൻ്റെ ഡയമെൻഷൻ ഒന്ന് ശ്രദ്ധിക്കുക. പാസ്പോർട്ട് സൈസുള്ള ഫോട്ടോഗ്രാഫാണ് പ്രിഫർ ചെയ്യുന്നത്. ഓക്കെ, ലൈറ്റ് കളേർഡ് ബാക്ക്ഗ്രൗണ്ട് ആണ് പ്രിഫറബിളി മീൻ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഗ്ലാസ് ഉള്ളവർക്ക് ഗ്ലാസ് വെക്കാം, പക്ഷെ ഒരിക്കലും ഗ്ലാസ്സിൽ റിഫ്ലക്ഷൻസ് ഒന്നും വരാൻ പാടില്ല എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ടും ഇൻക്ലൂഡ് ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്. പിന്നെ അതിൻ്റെ ഡയമെൻഷൻസ് 200x230 ആയിരിക്കണം. പിന്നെ മെയിനായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ 20 മുതൽ 50 KB വരെ ആയിരിക്കണം ആ കൺസേൺഡ് ആയിട്ടുള്ള ഫോട്ടോൻ്റെ സൈസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അതുപോലെ തന്നെ 8 കോപ്പീസാണ് ആ കൺസേൺ ഫോട്ടോൻ്റെ എന്ത് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്, റീറ്റെയിൻ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. എപ്പോഴും നമ്മൾ അപ്ലോഡ് ചെയ്ത ഫോട്ടോ ആയിരിക്കും നമ്മുടെ ഹോൾ ടിക്കറ്റിലും വരിക. അപ്പോൾ അതേ ഫോട്ടോ തന്നെ വേണം നമ്മൾ എന്തിലോട്ടും കൊണ്ടുപോകാൻ, നമ്മുടെ എക്സാം വരുമ്പോഴും കൊണ്ടുപോകാൻ കേട്ടോ. അപ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു 8 കോപ്പീസ് എങ്കിലും ആ കൺസേൺഡ് ആയിട്ടുള്ള ഫോട്ടോൻ്റെ നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യണം. പ്രിഫറബിളി നിങ്ങൾ ഒരു പുതിയ ഫോട്ടോ എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് കേട്ടോ. റീസെൻ്റ് എന്ന് പറയുമ്പോൾ ഏറ്റവും റീസെൻ്റ് ആയിട്ടുള്ള തന്നെയാണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ശ്രദ്ധിക്കാവുന്നതാണ്. പിന്നെ റിലീജിയസ് ആയിട്ടുള്ള എന്തെങ്കിലും
ക്ലോത്ത്സ് നിങ്ങൾക്ക് ഫേസിൽ ഇടാനുണ്ടെങ്കിൽ നമുക്ക് അതും അക്സെപ്റ്റബിൾ ആണ്. പക്ഷെ ഒരിക്കലും ഫേസ് എന്ത് ചെയ്യരുത്, കവർ ചെയ്യുന്ന രീതിയിൽ ആയിരിക്കരുത് കേട്ടോ. ഓക്കെ, റിലീജിയസ് ആയിട്ടുള്ള പറയുന്നത് ക്യാപ്സ്, ഹാറ്റ്സ്, ഡാർക്ക് ഗ്ലാസസ് ഒന്നും അക്സെപ്റ്റബിൾ അല്ല. പക്ഷെ ക്ലിയർലി മെൻഷൻ ചെയ്യുന്നുണ്ട് അത് ചെയ്യാൻ പാടില്ല. റിലീജിയസ് ഹെഡ് വയർ എന്ന് പറയുന്നത് അലൗഡ് ആണ്. പക്ഷെ അത് ഒരിക്കലും എന്ത് ചെയ്യരുത്, ഫേസിനെ കവർ ചെയ്യുന്ന രീതിയിലായിരിക്കരുത് ആ റിലീജിയസ് ഹെഡ് വയർ എന്ന് പറയുന്നത്. അതും ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കേട്ടോ. ഓക്കെ, ഇനി സിഗ്നേച്ചറിന്റെ കേസാണ് പറയുന്നത്, ശ്രദ്ധിക്കുക. ദ അപ്ലിക്കന്റ് ഹാസ് ടു സൈൻ ഓൺ വൈറ്റ് പേപ്പർ വിത്ത് ബ്ലാക്ക് ഇങ്ക് പെൻ. അതാണ് പറയുന്നത്, ബ്ലാക്ക് കളർ പെന്ന് കൊണ്ട് വേണം നമ്മൾ ചെയ്യാൻ കേട്ടോ. The signature must be signed only by the applicant and not by any other person. Okay, അത് ശ്രദ്ധിക്കുക. The signature will be used to put the call letter and wherever necessary. ഓക്കെ, സിഗ്നേച്ചറിൻ്റെ നമുക്ക് ഒരുപാട് സിറ്റുവേഷനിൽ നമുക്ക് സിഗ്നേച്ചർ മെയ്ഡ് ചെയ്യേണ്ടതായിട്ട് വരുന്നതാണ് പറയുന്നത്. അതുകൊണ്ട് ഓക്കെ, ഇനി ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ ഡയമെൻഷൻസ് കറക്റ്റ് ശ്രദ്ധിക്കുക. 140x60 പിക്സൽസ് ആണ് വേണ്ടത്. സൈസ് 10-20 ആണ് വേണ്ടത്. Ensure that the size of the scanned image is not more than 20 KB. മാക്സിമം 20 KB ആയിരിക്കണം സിഗ്നേച്ചറിൻ്റെ സൈസ് എന്ന് പറയുന്നത്. സിഗ്നേച്ചർ ഇൻ ക്യാപിറ്റൽ ലെറ്റർ ഷാൽ നോട്ട് ബി അക്സെപ്റ്റഡ്. അല്ലെ, എൻറ്റയർ ആയിട്ടുള്ള സിഗ്നേച്ചറും ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യരുത്, ക്യാപിറ്റൽ ലെറ്റേഴ്സിൽ എഴുതാൻ പാടില്ല. അതായത് തുടക്കത്തിലുള്ള ലെറ്റർ വേണമെങ്കിൽ ക്യാപിറ്റൽ എഴുതാം, പക്ഷെ എൻറ്റയർലി നിങ്ങൾ എന്ത് എഴുതരുത്, ക്യാപിറ്റൽ ലെറ്ററിൽ ഒരിക്കലും സിഗ്നേച്ചർ മെയ്ഡ് ചെയ്യരുത് കേട്ടോ സ്റ്റുഡൻസ്. ഓക്കെ, ഇനി തമ്പ് ഇംപ്രഷനെ കുറിച്ചിട്ടാണ് പറയുന്നതെങ്കിൽ ദ അപ്ലിക്കന്റ് ഹാസ് ടു പുട്ട് ഹിസ് ലെഫ്റ്റ് ഹാൻഡ് തമ്പ് ഇംപ്രഷൻ ഓൺ ദി വൈറ്റ് പേപ്പർ വിത്ത് ബ്ലാക്ക് ഓർ ബ്ലൂ ഇങ്ക് എന്നാണ് പറയുന്നത് കേട്ടോ. ലെഫ്റ്റ് ഹാൻഡ് ആണ് വേണ്ടത്. ബ്ലാക്ക് അല്ലെങ്കിൽ ബ്ലൂ ഇങ്ക് വൈറ്റ് പേപ്പറിൽ മെയ്ഡ് ചെയ്യണം. ഫയൽ ടൈപ്പ് JPG ഓർ JPEG ഫോർമാറ്റ് ആണ് റിക്വയർഡ് ആയിട്ട് വരുന്നത്. ഡയമെൻഷൻസ് 240x240 പിക്സൽസ് ഇൻ 200 dpi, ദാറ്റ് ഈസ് 3 cm x 3 cm വിഡ്ത്തും ഹൈറ്റുമാണ് വരേണ്ടത്. അതുപോലെ തന്നെ ഫയൽ സൈസ് എന്ന് പറയുന്നത് 20-50 KB ആണ് പറയുന്നത്. അപ്പോൾ സ്കാൻ ചെയ്യുമ്പോൾ ഈ ഒരു കൺസേൺഡ് ആയിട്ടുള്ള ഇതൊക്കെ മൈൻഡിൽ വെച്ചിട്ട് വേണം നമ്മൾ സ്കാൻ ചെയ്യാനായിട്ടോ. ഓക്കെ, ഇനി ഹാൻഡ് റിട്ടൺ ഡിക്ലറേഷനെ കുറിച്ചിട്ടാണ് പറയുന്നത് എങ്കിൽ the applicants has to write the declaration in English clearly on the white paper with the black ink. അതാണ് ശ്രദ്ധിക്കുക. എല്ലാം നമ്മൾ സിഗ്നേച്ചർ മെയ്ഡ് ചെയ്യുന്നത്, അതുപോലെ തന്നെ ഹാൻഡ് റിട്ടൺ ഡിക്ലറേഷൻ മെയ്ഡ് ചെയ്യുന്നതൊക്കെ ബ്ലാക്ക് കളർ പെന്നിലായിരിക്കണം നമ്മൾ ചെയ്യേണ്ടത് ഓൺ ദി വൈറ്റ് പേപ്പർ. അത് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ഓക്കെ, പിന്നെ ഫയൽ JPG ഫോർമാറ്റ് ആണ്. ഡയമെൻഷൻസ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഫയൽ സൈസ് 50 KB മുതൽ 100 KB വരെയാണ് റിക്വയർഡ് ആയിട്ട് വരേണ്ടത്. അതുപോലെ തന്നെ ഹാൻഡ് റിട്ടൺ ഡിക്ലറേഷൻ ഇൻ ക്യാപിറ്റൽ ലെറ്റേഴ്സ് ഷാൽ നോട്ട് ബി അക്സെപ്റ്റഡ്. അല്ലെ, എൻറ്റയർ കണ്ടന്റ് ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, ക്യാപിറ്റൽ ലെറ്റേഴ്സിൽ മെൻഷൻ ചെയ്യാൻ പാടില്ല. ഇനീഷ്യലി തുടങ്ങുന്ന ഒരു സെൻറ്റൻസ് ക്യാപിറ്റൽ ആവാന്നല്ലാതെ ഒരിക്കലും എൻറ്റയർ കണ്ടന്റ് നിങ്ങൾ ഒരിക്കലും ഹാൻഡ് റിട്ടൺ ഡിക്ലറേഷനിൽ എന്ത് ചെയ്യാൻ പാടുന്നതല്ല. എൻറ്റയർ കണ്ടന്റ് ഒരിക്കലും ക്യാപിറ്റൽ ലെറ്റേഴ്സിൽ എഴുതാൻ പാടുന്നതല്ല. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് പ്രീ റിക്വസൈറ്റിൻ്റെ കേസ്. വാലിഡ് ആയിട്ടുള്ള ഇമെയിൽ ID, അതുപോലെ തന്നെ മൊബൈൽ നമ്പർ, അതുപോലെ തന്നെ സ്കാൻ ഡോക്യുമെൻറ്റ്സ് ഏതൊക്കെയാണ് വേണമെന്നുള്ളത്, അത് ഏതൊക്കെ രീതിയിലാണ് സ്കാൻ ചെയ്യേണ്ടത്, എങ്ങനെയൊക്കെയാണ് സിഗ്നേച്ചറും ഹാൻഡ് റിട്ടൺ ഡിക്ലറേഷനും മെയ്ഡ് ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ ആദ്യം ചെയ്തിട്ട് വേണം നിങ്ങൾ എന്തിലോട്ട് തുടങ്ങാൻ, അപ്ലിക്കേഷൻ പ്രോസസ്സിലോട്ട് തുടങ്ങാൻ കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി എങ്ങനെയാണ് അപ്ലിക്കേഷൻ പ്രോസസ്സ് മെയ്ഡ് ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്ക് നോക്കാം കേട്ടോ സ്റ്റുഡൻസ്. ഓക്കെ ആസ്പിറൻസ്, അപ്പോൾ നമുക്ക് എങ്ങനെയാണ് അത് അപ്ലൈ ചെയ്ത് പോകേണ്ടതെന്ന് നമുക്കൊന്ന് നോക്കാം കേട്ടോ. ആദ്യം നമ്മൾ ഗൂഗിളിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ bank.sbi എന്നാണ് ആദ്യം ടൈപ്പ് ചെയ്യേണ്ടത് കേട്ടോ. bank.sbi ആണ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് അതിൽ ഹോം കരിയേഴ്സ് എന്ന് പറയുന്ന ഒരു സെക്ഷൻ ഉണ്ടാകും, അതിലോട്ടാണ് നമ്മൾ പോകേണ്ടത്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക, നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ അതിൽ തന്നെ നമുക്ക് നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും റിക്രൂട്ട്മെൻറ്റ് ഓഫ് ദി പ്രൊബേഷണറി ഓഫീസേഴ്സ്, അങ്ങനെ കുറേ ലിങ്ക്സ് അതിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാകും. അതിൽ നമ്മൾ ലേറ്റസ്റ്റ് അനൗൺസ്മെൻറ്റിൽ പോയിട്ട് ആ ഫസ്റ്റ് ഡോട്ടിൽ പോയാൽ തന്നെ നമുക്ക് എന്തുണ്ടാകും, റിക്രൂട്ട്മെൻറ്റ് ഓഫ് പ്രൊബേഷണറി ഓഫീസേഴ്സിൻ്റെ അഡ്വർടൈസ്മെൻറ്റ് ഉണ്ടാകും. അതിൽ തന്നെ അപ്ലൈ ഓൺലൈൻ എന്ന് പറയുന്ന ഓപ്ഷനിലോട്ട് പോകാൻ പറ്റുന്നതാണ് നമുക്ക്. ഓക്കെ,
അപ്പോൾ ഇനി നമ്മൾ നോക്കേണ്ടത് ക്ലിക്ക് ഫോർ ന്യൂ രജിസ്ട്രേഷൻ. പുതുതായിട്ടാണ് നമ്മൾ രജിസ്റ്റർ ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ക്ലിക്ക് ഫോർ ന്യൂ രജിസ്ട്രേഷൻ കൊടുക്കുക. അപ്പോൾ ഫസ്റ്റ് നെയിം, അതായത് ഫസ്റ്റ് നെയിം എന്ന് പറയുമ്പോൾ നമുക്ക് ചിലവർക്ക് എങ്ങനെയായിരിക്കും നെയിം കഴിഞ്ഞിട്ടായിരിക്കും ഇനീഷ്യൽ, ചിലവർക്ക് ഇനീഷ്യൽ കഴിഞ്ഞിട്ടായിരിക്കും നെയിംസ്, ചിലവരുടെ സ്പ്ലിറ്റ് ചെയ്തിട്ടായിരിക്കും. അങ്ങനെ കുറേ കണ്ടീഷൻസ് വരാറുണ്ട് അല്ലേ. ചിലർക്ക് മിഡിൽ നെയിം ഉണ്ടാവുമായിരിക്കും. അപ്പോൾ അതനുസരിച്ചിട്ട് ചെയ്യുക. ഇപ്പം എൻ്റെ എം ഹരികൃഷ്ണ എന്നാണ് പേര്. അപ്പോൾ ഞാൻ ഫസ്റ്റ് നെയിമായിട്ട് എം കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ മിഡിൽ നെയിം എനിക്കില്ല. അതുപോലെ തന്നെ ലാസ്റ്റ് നെയിമായിട്ട് ഞാൻ എന്തും കൊടുക്കുന്നുണ്ട്, എൻ്റെ ഫുൾ നെയിമും കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്കിപ്പോൾ ഹരികൃഷ്ണ എം എന്നാണെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് നെയിം ഹരികൃഷ്ണ എന്നും, നമുക്ക് വേണമെങ്കിൽ ഇനീഷ്യൽ എന്നും കൊടുക്കുക. അതിൽ യാതൊരു രീതിയിലുള്ള പ്രശ്നവും ഇല്ല. അപ്പോൾ നമുക്ക് ഈ കൺസേൺഡ് ആയിട്ടുള്ള നെയിം എന്താവണമെന്നേ ഉള്ളൂ, നമ്മുടെ 10th പഠിച്ച മാർക്ക് ലിസ്റ്റിൽ ഉള്ള പേരും അതുപോലെ തന്നെ ആധാറുള്ള പേരുകളായിട്ട് എക്സാക്റ്റ് ആയിട്ട് മാച്ച് ചെയ്യണം കേട്ടോ. ഓക്കെ, 10th +2 ഡിഗ്രിയിലുള്ള നെയിമും ഇതിൽ അപ്ലൈ ചെയ്യുന്ന നെയിമും അതുപോലെ തന്നെ ആധാറിൽ, അതായത് ഐഡൻറ്റിറ്റി പ്രൂഫിലുള്ള പേരുകളും എന്തെന്നെ ആയിരിക്കണം, സെയിം തന്നെ ആയിരിക്കണം കേട്ടോ സ്റ്റുഡൻസ്. ഓക്കെ, അപ്പോൾ കൺഫേം ലാസ്റ്റ് നെയിമും ഞാൻ കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ അത് കൊടുത്തു അല്ലേ. പിന്നെ മൊബൈൽ നമ്പർ മാൻഡേറ്ററി ആണ്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ ഒരിക്കലും മൊബൈൽ നമ്പർ മാറ്റരുത് അൺടിൽ ദി ഡിക്ലറേഷൻ ഓഫ് ദി ഫൈനൽ റിസൾട്ട്സ് കേട്ടോ. ഓക്കെ, അപ്പോൾ മൊബൈൽ നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ കൺഫേം മൊബൈൽ നമ്പർ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആൾട്ടർനേറ്റീവ് മൊബൈൽ നമ്പർ പറയുന്നുണ്ട്. ഓക്കെ ഓക്കെ, ആൾട്ടർനേറ്റീവ് ഞാൻ റഫായിട്ട് ഒരു മൊബൈൽ നമ്പർ കൊടുക്കുകയാണ് കേട്ടോ, എക്സാക്റ്റ് ആയിട്ടുള്ള ഒന്നുമല്ല. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് എന്ത് പറയുന്നുണ്ട്, മെയിൽ ID കൊടുക്കാൻ പറയുന്നുണ്ട്. അപ്പോൾ മെയിൽ ID എന്ന് പറയുമ്പോൾ എൻ്റെ, ഓക്കെ 1 സെക്കൻഡ്, ഹരികൃഷ്ണ M933 ഡൊമൈൻ നെയിം ഇവിടെയാണ് ഫിക്സ് ചെയ്യേണ്ടത്. നമ്മൾ @gmail ആണ് കൊടുക്കുന്നത്. ഒന്നും കൂടെ മെയിൽ ID കൺഫേം കൊടുക്കുന്നുണ്ട്. 933@gmail.com. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ആ ടെക്സ്റ്റ് കറക്റ്റായിട്ട് എൻ്റർ ചെയ്ത് പോവുക നിങ്ങൾ. അതായത് RP9PG. ഓക്കെ, അപ്പോൾ ഇത് കൊടുത്ത ശേഷം നമ്മൾ എന്ത് ചെയ്യുക, സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കുക. എന്തെങ്കിലും എറർ ഉണ്ടെങ്കിൽ അവർ പറയുന്നതായിരിക്കും സ്റ്റുഡൻസ്. അപ്പോൾ ഇത് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് എന്ത് വരുന്നത് വെച്ചാൽ നമ്മുടെ കൺസേൺഡ് ആയിട്ടുള്ള മൊബൈൽ നമ്പറിൽ ഒരു കൺസേൺഡ് ആയിട്ടുള്ള SBI അയച്ച മെസ്സേജ് വരും. അതിൽ നമ്മുടെ വന്നു കഴിഞ്ഞു, അതായത് പ്രൊവിഷണൽ രജിസ്ട്രേഷൻ നമ്പർ റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് വരുന്നതായിരിക്കും, നമ്പർ വരുന്നതായിരിക്കും. അപ്പോൾ പ്രൊവിഷണൽ രജിസ്ട്രേഷൻ നമ്പർ നമുക്ക് ഇവിടെയും അത് വ്യൂവബിൾ ആണ് കേട്ടോ. ഇവിടെയും ആ രജിസ്ട്രേഷൻ നമ്പർ നമുക്ക് വ്യൂ ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ പാസ്വേഡും അതിൽ വ്യൂ ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. ഇനി നമ്മുടെ അടുത്ത് പറഞ്ഞിരിക്കുന്ന സ്കാൻ ഫോട്ടോഗ്രാഫ് ഓഫ് ദി കാൻഡിഡേറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ ഫോട്ടോഗ്രാഫ് സ്കാൻ ചെയ്ത് വെച്ചത് ചൂസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഫോട്ടോഗ്രാഫ് സ്കാൻ ചെയ്ത് വെച്ചത് ഒന്ന് നോക്കുക. ഓക്കെ, അപ്പോൾ നമ്മളത് കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ എല്ലാം ശരിയാണെങ്കിൽ, അതായത് കണ്ടന്റ് ഓക്കെ ആണെങ്കിൽ, എല്ലാം ഓക്കെ ആണെങ്കിൽ നമുക്ക് എന്ത് വരും, എക്സാക്റ്റ് ആയിട്ട് അതിൻ്റെ ഫോട്ടോ തന്നെ വരും കേട്ടോ. ഓക്കെ, അപ്പോൾ ഐ കൺഫേം ദാറ്റ് ദിസ് ഈസ് മൈ വാലിഡ് ഫോട്ടോ എന്ന് കൊടുക്കുക. അതുപോലെ തന്നെ സിഗ്നേച്ചറും നമ്മൾ എന്ത് ചെയ്യുക, ആ ഫയലിൽ നിന്നും ചൂസ് ചെയ്യുക കേട്ടോ. അപ്പോൾ സിഗ്നേച്ചർ എന്ന് പറയുമ്പോഴും നമ്മൾ എന്ത് ചെയ്യുക, ഫയലിൽ നിന്നും ചൂസ് ചെയ്യുക, ഓപ്പൺ കൊടുക്കുക. അപ്പോൾ എക്സാക്റ്റ് ആയിട്ട് നമ്മൾ ആ പറഞ്ഞ KBs അതുപോലെ തന്നെ ആ പറഞ്ഞിട്ടുള്ള കണ്ടന്റുകൾ, ഡയമെൻഷൻസ് ഒക്കെയാണ് നമ്മൾ ഫോളോ ചെയ്യുന്നതെങ്കിൽ നമുക്ക് എക്സാക്റ്റ് ആയിട്ട് അത് അപ്ലോഡ് ആവുന്നതായിരിക്കും. അല്ലെങ്കിൽ അത് അപ്ലോഡ് ആവില്ല കേട്ടോ സ്റ്റുഡൻസ്. ഓക്കെ, അപ്പോൾ അതിനുശേഷം നമ്മൾ നെക്സ്റ്റ് കൊടുക്കുക. ഇനി ഇവിടെ നമ്മൾ നോക്കേണ്ടത് ഏതൊക്കെയെന്ന് വെച്ചാൽ ബേസിക്കും അതുപോലെ തന്നെ ക്വാളിഫിക്കേഷൻസും എക്സ്പീരിയൻസും നോക്കണം അല്ലേ. അപ്പോൾ കാറ്റഗറി ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾ കൊടുക്കുക. ഓക്കെ, കാറ്റഗറി ഒരിക്കൽ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അത് മാറ്റാൻ പറ്റില്ല കേട്ടോ. അതുകൊണ്ടാണ് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ സബ് കാസ്റ്റ് ഉണ്ടെങ്കിൽ കൊടുക്കുക നിങ്ങൾ. പിന്നെ ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റി 40% ആൻഡ് എബോവ് ഉണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. അതിൽ റെഡ് മാർക്ക് ചെയ്ത, റെഡ് സ്റ്റാർ മാർക്ക് ചെയ്തതെല്ലാം നിങ്ങൾ എന്ത് ചെയ്യണം, ഫില്ല് ചെയ്ത് പോകേണ്ടതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് 40% ആൻഡ് എബോവ് നോ ആണ് കൊടുക്കേണ്ടത്. ഡിസബിലിറ്റി അങ്ങനെ ഏതെങ്കിലും ഉള്ളവർ അത് മെൻഷൻ ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ ഡിസബിലിറ്റി ഇല്ല എന്ന് പറഞ്ഞിട്ടാണ് കൊടുക്കുന്നത് സ്റ്റുഡൻസ്. ഓക്കെ, അതുപോലെ തന്നെ ഡാർക്ക്
റെഡ് മാർക്സ് ഉള്ളതെല്ലാം നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ഫില്ല് ചെയ്യുക കേട്ടോ. ഇപ്പോൾ റിലീജിയൻ ടു വിച്ച് യു ബിലോങ് അത് ഞാൻ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ മൈനോറിറ്റി കമ്മ്യൂണിറ്റി ആണോ അല്ലയോ എന്നുള്ളത് അത് കൊടുക്കുന്നുണ്ട്. എക്സ് സർവീസ്മെൻ ആണോ അല്ലയോ എന്നുള്ളത് അത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ അവരുടെ കുറച്ച് ഡ്യൂറേഷൻസ് ഒക്കെ പറയുന്നുണ്ട്. എക്സ് സർവീസ്മെൻ ആണെങ്കിൽ ഉള്ള ഡ്യൂറേഷൻസ് പറയുന്നുണ്ട്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഡു യു ഹാവ് റെക്കോർഡ്സ് ഓഫ് ഡിഫോൾട്ട് ഇൻ റീപേയ്മെൻറ്റ് ഓഫ് ലോൺ ഓർ ക്രെഡിറ്റ് കാർഡ് ഡ്യൂസ് അൻഡ് ഓർ അഗെയിൻസ്റ്റ് ഹൂസ് നെയിം അഡ്വേഴ്സ് റിപ്പോർട്ട് ഓഫ് സിബിൽ ഓർ ദി എക്സ്റ്റേണൽ ഏജൻസീസ് ആർ അവൈലബിൾ. അതായത് നമുക്ക് ഏതെങ്കിലും പേയ്മെൻറ്റ് ഡ്യൂസ് ഉണ്ടോ, അതുപോലെ തന്നെ സിബിലിൽ വല്ല ഇഷ്യൂസ് വന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ എന്ത് ചെയ്യേണ്ടതാണ്, എസ് എന്ന് പറഞ്ഞ് മെൻഷൻ ചെയ്യേണ്ടതാണ്. അപ്പോൾ ഉണ്ടെങ്കിൽ ഉണ്ട് എന്ന് പറഞ്ഞ് മെൻഷൻ ചെയ്യുക. റീപേയ്മെൻറ്റ് ഒരുപാട് ലോൺ ഡ്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് മെൻഷൻ ചെയ്യേണ്ടതാണ്, അല്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല കേട്ടോ. പിന്നെ ഡു യു ഹാവ് അഡ്വേഴ്സ് റിപ്പോർട്ട് റിഗാർഡിങ്, അതായത് മോറൽ ആപ്റ്റിറ്റ്യൂഡ്സ് അതായത് മോറൽ പരമായിട്ടുള്ള എന്തെങ്കിലും മിസ്കണ്ടക്ട് നടത്തിയിട്ടുണ്ടോ, അതായത് ഏതെങ്കിലും കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. അത് റിലേറ്റഡ് ആയിട്ടും നമ്മൾ അത് ആൻസറബിൾ ചെയ്യേണ്ടതാണ്. പിന്നെ ആർ യു എൻ എംപ്ലോയി ഓഫ് ദ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ക്ലറിക്കൽ കാഡറിൽ ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. കാരണം ക്ലറിക്കൽ കാഡറിൽ ഉള്ളവർക്കും ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അത് നിങ്ങൾ അനുസരിച്ചിട്ട് നിങ്ങൾ കൊടുക്കേണ്ടതാണ്. പിന്നെ ആർ യു ആൻ എംപ്ലോയി ഓഫ് ദ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യൻ ഓഫീസർ കാഡർ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. പിന്നെ നമ്മുടെ എക്സ് എംപ്ലോയി ആണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അത് റിലേറ്റ് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അത് ഫില്ല് ചെയ്യേണ്ടതാണ്. പ്ലീസ് എൻഷുവർ ദാറ്റ് യു ആർ എലിജിബിൾ ടു അപ്ലൈ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ എലിജിബിൾ ടു അപ്ലൈ എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം, എൻഷുവർ ചെയ്യണം എന്നാണ് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ പാൻ നമ്പർ. ഓക്കെ, പാൻ നമ്പർ എത്രയെന്ന് വെച്ചാൽ നമ്മൾ കൊടുക്കേണ്ടതാണ്. ഇന്ത്യൻ, നാഷണാലിറ്റി ഇന്ത്യൻ ആണ്. സ്റ്റേറ്റ് ഓർ യു ടി ടു വിച്ച് ദ എക്സാം സെൻറ്റർ ബിലോങ്സ് എന്നാണ് പറയുന്നത് അല്ലേ. അപ്പോൾ എക്സാം സെൻറ്റർ നമുക്ക് കേരള കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ സ്റ്റേറ്റ് ഓർ യു ടി ടു വിച്ച്. ഓക്കെ, പിന്നെ സെൻറ്റർ ഓഫ് ദി എക്സാമിനേഷൻ. സെൻറ്റർ ഓഫ് ദി എക്സാമിനേഷൻ പറയുമ്പോൾ ഞാൻ എൻ്റെ ഡിസ്ട്രിക്റ്റാണ് കൊടുക്കുന്ന, പാലക്കാട്. പിന്നെ മെയിൻസിൻ്റെ, അതായത് പ്രിലിംസിനും മെയിൻസിനും സെപ്പറേറ്റ് ആയിട്ടുള്ള സെൻറ്റേഴ്സാണ് ഉണ്ടാവാറുള്ളത് കേട്ടോ. അതായത് കോമൺ സെൻറ്റേഴ്സ് ഉണ്ടാകും, കാരണം ലിമിറ്റഡ് സെൻറ്റേഴ്സ് ആയിട്ടുമായിരിക്കും, ലിമിറ്റഡ് സെൻറ്റേഴ്സ് മെയിൻസിന് ഉണ്ടാവുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ ഇവിടെ കേരള തന്നെ കൊടുക്കണം. ഇവിടെ സെൻറ്റർ എന്ന് പറയുന്നത് കൊച്ചി, എറണാകുളം, അതുപോലെ തന്നെ ട്രിവാൻഡ്രം മാത്രമേ എന്തുള്ളൂ, മെയിൻസിനുള്ള സെൻറ്റർ വരുന്നുള്ളൂ കേട്ടോ. ഓക്കെ, അതുപോലെ തന്നെ ഐ ഇൻറ്റൻഡ് ടു ബ്രിങ്. ഓക്കെ, അത് ഏതാണെന്നുള്ളത്, അതായത് ഏത് ഐ ഡി പ്രൂഫാണ് നിങ്ങൾ ശ്രദ്ധിക്കുക, ഏത് ഐ ഡി പ്രൂഫാണ് നിങ്ങൾ മെയിൻസിനും പ്രിലിംസിനും കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത് അത് നിങ്ങളിവിടെ മെൻഷൻ ചെയ്യുക കേട്ടോ. ആ ഐ ഡി പ്രൂഫ് ഏതാണെന്നുള്ളത് മെൻഷൻ ചെയ്യേണ്ടതാണ് നിങ്ങൾ. ഓക്കെ, അതുപോലെ തന്നെ 1 സെക്കൻഡ്, നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഇൻക്ലൂഡ് ചെയ്യേണ്ടതാണ്. ഞാനൊരു അങ്ങനെ വെറുതെ ഒരു ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുകയാണ് സ്റ്റുഡൻസ്. ഓക്കെ, വെറുതെ ജസ്റ്റ് ഒരു ഡേറ്റ് ഓഫ് ബർത്ത് ഞാൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ജെൻഡർ ഏതാണെന്നുള്ളത് ട്വിൻ സിസ്റ്റർ ഉണ്ടെങ്കിലും അല്ലെങ്കിൽ ട്വിൻ ബ്രദർ ഉണ്ടെങ്കിലും മെൻഷൻ ചെയ്യേണ്ടതാണ് കേട്ടോ. ഓക്കെ, പിന്നെ മറൈറ്റൽ സ്റ്റാറ്റസ് മെൻഷൻ ചെയ്യേണ്ടതാണ്. ഫാദേഴ്സ് നെയിം, അതുപോലെ തന്നെ മദേഴ്സ് നെയിം. ഓക്കെ, ഫാദേഴ്സ് നെയിം, മദേഴ്സ് നെയിം കൊടുക്കേണ്ടതാണ്. പിന്നെ ഏതെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ, ഓക്കെ, ഫാദേഴ്സ് മിഡിൽ നെയിം, ലാസ്റ്റ് നെയിം ഉണ്ടെങ്കിൽ, മദേഴ്സിൻ്റെ മിഡിൽ നെയിം, ലാസ്റ്റ് നെയിം ഉണ്ടെങ്കിലൊക്കെ നിങ്ങൾ കൊടുക്കേണ്ടതാണ്. അതുപോലെ തന്നെ സ്പൗസ് ഉണ്ടെങ്കിൽ അവരുടെ ഡീറ്റെയിൽസ് കൊടുക്കേണ്ടതാണ്. അതുപോലെ തന്നെ അഡ്രസ് ഡീറ്റെയിൽസ് കൊടുക്കേണ്ടതാണ്. ഓക്കെ, ഞാൻ പ്രിഫറബിളി ഏറ്റവും നല്ലത് ഏതാണെന്ന് വെച്ചാൽ ക്യാപിറ്റൽ ലെറ്ററിൽ തന്നെ എല്ലാം കൊടുക്കുന്നതാണ് നല്ലത് കേട്ടോ. ഓക്കെ, അപ്പോൾ ക്യാപിറ്റൽ ലെറ്ററിൽ കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഓക്കെ, ഇപ്പോൾ ക്യാപിറ്റൽ ലെറ്ററിൽ തന്നെ ഞാൻ എല്ലാം കൊടുക്കുന്നുണ്ട്. എല്ലാവരും അത് ശ്രദ്ധിക്കുക കേട്ടോ. ക്യാപിറ്റൽ ലെറ്ററിന് നിങ്ങൾ എന്ത് ചെയ്യുക, മെയിൻറ്റെയിൻ ചെയ്തിട്ട് വേണം കൊടുക്കാൻ കേട്ടോ. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ അഡ്രസ്സ് എന്ന് പറയുമ്പോൾ ഞാൻ ഫുൾ അഡ്രസ്സ് കൊടുക്കുന്നില്ല. ആ മാൻഡോട്ടറി ഒരു ഫീൽഡ് ആയത് കാരണം അത് മാത്രമേ കൊടുക്കുന്നുള്ളൂ. ഓക്കെ, അത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഡിസ്ട്രിക്റ്റ് എക്സാക്ട്ലി മെൻഷൻ ചെയ്യണം നമ്മൾ. അതുപോലെ തന്നെ സ്റ്റേറ്റ് മെൻഷൻ ചെയ്യുക. ഓക്കെ, സ്റ്റേറ്റ് മെൻഷൻ ചെയ്യുന്നതാണ്. പിന്നെ സെയിം ആസ് അഡ്രസ് ഫോർ കറസ്പോണ്ടൻസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. അതായത് കറസ്പോണ്ടൻ്റ് അഡ്രസ്സും പെർമനൻ്റ് അഡ്രസ്സും സെയിം ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് കൊടുക്കേണ്ടതാണ് കേട്ടോ. ഓക്കെ, പിന്നെ പിൻകോഡ് മെൻഷൻ ചെയ്യാൻ മറക്കരുത്. ഓക്കെ, പിൻകോഡ്
ഒന്നിലും മെൻഷൻ ചെയ്യാൻ മറക്കരുത് കേട്ടോ സ്റ്റുഡൻസ്. ഓക്കെ ഓക്കെ. ഇനി അതുപോലെ തന്നെ GST ഏത് സ്റ്റേറ്റ് എങ്ങനെയാണ് കൊടുക്കേണ്ടതെന്നുള്ളത്, അതായത് കറസ്പോണ്ടിങ് അഡ്രസ് ആണോ പെർമനൻറ്റ് അഡ്രസ് ആണോ എന്നുള്ളത് ഒന്ന് കൊടുക്കേണ്ടതാണ്. നിങ്ങൾ ഏത് അഡ്രസ്സിലാണോ അവൈലബിൾ ആകുക അതനുസരിച്ചിട്ട് മെൻഷൻ ചെയ്താൽ മതി കേട്ടോ. ഇതൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾ സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കുന്നതിന് മുമ്പ് വാലിഡേറ്റ് യുവർ ഡീറ്റെയിൽസ് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഏതെങ്കിലും എറർ ഉണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ ഇവിടെ 1 or more എറർ ആണ് കാണിക്കുന്നത് അല്ലേ. അപ്പോൾ ഏതൊക്കെയാണ് എറർ എന്നുള്ളത് നമുക്ക് നോക്കാം കേട്ടോ. ഓക്കെ, ഇൻവാലിഡ് വാല്യൂ ഫോർ ഫാദേഴ്സ് ഫസ്റ്റ് നെയിം എന്നാണ് പറയുന്നത് അല്ലേ. ഓക്കെ ഓക്കെ, അപ്പോൾ അതിലെന്തോ ഒരു ചെറിയ എറർ വന്നിട്ടുണ്ട്. പിന്നെ വേറെ വല്ല എറർ വന്നിട്ടുണ്ടോ നോക്കട്ടെ സ്റ്റുഡൻസ്. ഓക്കെ, അതായത് ഓക്കെ, അപ്പോൾ ID പ്രൂഫിൻ്റെ നമ്പർ എന്തായാലും മെൻഷൻ ചെയ്യേണ്ടതാണ്. ഞാൻ ജസ്റ്റ് ഒരു നമ്പർ അടിക്കുന്നുണ്ട്. ഓക്കെ, ജസ്റ്റ് ഞാൻ റാൻഡമായിട്ട് ഒരു നമ്പർ അടിച്ചു എന്നേ ഉള്ളൂ സ്റ്റുഡൻസ്. ഓക്കെ, ഇനി ഇവിടെ എന്താണ് പറയുന്നത്, പ്ലീസ് ഇവിടെ മെയിൻ ആയിട്ടും അല്ലേ, പ്ലീസ് മെൻഷൻ ദ നമ്പർ ഓഫ് ഒക്കേഷൻസ് ഓൺ വിച്ച് യു ഹാവ് അപ്ലൈഡ് ഫോർ ദ എക്സാമിനേഷൻ ഫോർ ദി റിക്രൂട്ട്മെന്റ് ഓഫ് പ്രൊബേഷണറി ഓഫീസേഴ്സ് ഇൻ SBI എന്നാണ് ചോദിച്ചിരിക്കുന്നത്. കാൻഡിഡേറ്റ്സ് ഹു ഹാവ് ആൾറെഡി അപ്പിയർഡ് ഫോർ ദി മാക്സിമം നമ്പർ ഓഫ് പെർമിസിബിൾ ചാൻസസ് ആർ നോട്ട് എലിജിബിൾ ടു അപ്ലൈ എന്നാണ് പറയുന്നത്. ദ നമ്പർ ഓഫ് ദി ചാൻസസ് വിൽ ബി കൗണ്ടഡ് ഫ്രം ദി എക്സാമിനേഷൻ ഹെൽഡ് ഓൺ 18/4/2010 എന്നാണ് പറയുന്നത് അല്ലേ. അതായത് മെയിൻസ് എത്ര തവണ അപ്പിയർ ചെയ്തു എന്നതാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത് കേട്ടോ. അതായത് ജനറൽ അതുപോലെ തന്നെ EWS കാറ്റഗറിക്ക് എത്ര പറയുന്നത് എന്ന് വെച്ചാൽ 4 തവണ മാക്സിമം ചെയ്യാൻ പറ്റും മെയിൻസ്. അതുപോലെ തന്നെ OBC കാറ്റഗറിക്ക് ആണെങ്കിൽ 7 തവണയും, അതുപോലെ തന്നെ നമ്മുടെ PWD കാൻഡിഡേറ്റ്സ്, SC ST കാൻഡിഡേറ്റ്സ് അങ്ങനെ ഉള്ളവർക്കാണെങ്കിൽ നമുക്ക് ചാൻസസിന് ലിമിറ്റ് ഇല്ല, എത്ര വേണമെങ്കിലും ആവാം കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു 2 ചാൻസസ് ആണ് ഇവിടെ കൊടുക്കുന്നത്. ഇനി വേറെ എന്തെങ്കിലും എറർ ഉണ്ടോ എന്നുള്ളത് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. ഇവിടെ ആർ യു എ പേഴ്സൺ വിത്ത് സ്പെസിഫൈഡ് ഡിസബിലിറ്റി എന്നാണ്, ഡിസബിലിറ്റി റിലേറ്റഡ് ആയിട്ടുള്ളതാണ്, അത് നോന്ന് ഞാൻ കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ വേറെ ഏതെങ്കിലും എറർ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. വേറെ എവിടെയും എറർ കാണുന്നില്ല. അപ്പോൾ ഒന്നും കൂടെ വാലിഡേറ്റ് യുവർ ഡീറ്റെയിൽസ് കൊടുക്കുമ്പോൾ എല്ലാം വെരിഫൈ സക്സസ്ഫുൾ ആണ് കേട്ടോ. അപ്പോൾ ഈ പേജ് കഴിഞ്ഞാൽ നിങ്ങൾ ഫില്ല് ചെയ്ത ശേഷം വാലിഡേറ്റ് യുവർ ഡീറ്റെയിൽസ് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഏതൊക്കെ എറർ എവിടെയെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും കേട്ടോ. ഓക്കെ, അപ്പോൾ ഓക്കെ കൊടുക്കുന്നു, സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കുന്നു കേട്ടോ. ഓക്കെ, ഇനി ജസ്റ്റ് നമ്മുടെ ക്വാളിഫിക്കേഷൻ, എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ആണ്. ഞാൻ അപ്പിയേർഡ് ആണോ, നിങ്ങൾ ഫൈനൽ സെമിസ്റ്റർ അപ്പിയേർഡ് ആണോ പാസ്ഡ് ആയോ എന്നുള്ളത് ആദ്യം മെൻഷൻ ചെയ്യുക കേട്ടോ. ഞാൻ പാസ്സായെന്ന് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ സബ്ജക്റ്റ് ഞാൻ കൊമേഴ്സ് ആണ്, BCom ആയിരുന്നു, അത് കൊടുക്കുന്നുണ്ട്. നെയിം ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂഷൻ NSS കോളേജ് ആണ് ഞാൻ പഠിച്ചത്. പ്ലേസ് നെമ്മാറ എന്ന് പറയുന്ന സ്ഥലത്താണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. ഡേറ്റ് ഓഫ് പാസിങ് ഞാൻ കൊടുക്കുന്നുണ്ട് 20 മെയ്. ഓക്കെ, ഞാൻ 2014 പാസ് ഔട്ട് ആയതാണ് കേട്ടോ സ്റ്റുഡൻസ്. ഓക്കെ 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 പിന്നെ പെർസെൻറ്റേജ് ഓഫ് ദി മാർക്സ് ജസ്റ്റ് ഞാൻ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ക്ലാസ് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതൊക്കെ കൊടുക്കുക. പിന്നെ പോസ്റ്റ് ഗ്രാജുവേഷൻ ഉള്ളവർ അത് മെൻഷൻ ചെയ്യേണ്ടതാണ്. നിങ്ങൾ വേറെ വല്ല ഇൻ്റഗ്രേറ്റഡ് കോഴ്സസ് പഠിച്ചിട്ടുള്ളവരും അത് മെൻഷൻ ചെയ്യേണ്ടതാണ്. പിന്നെ ലാംഗ്വേജസ് നോണിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു ലാംഗ്വേജ് 3 എണ്ണം എക്സാക്ട്ലി അറിഞ്ഞിരിക്കണം കേട്ടോ. അപ്പോൾ മലയാളം എന്ന് പറയുന്നത് നമുക്ക് എല്ലാം അറിയാം അല്ലേ. അതായത് ജസ്റ്റ് ഏതൊക്കെയാണോ നിങ്ങൾക്ക് അതിൽ പോസിബിൾ അത് നിങ്ങൾ മെൻഷൻ ചെയ്യേണ്ടതാണ്. ഒന്നിൽ കൂടുതൽ ലാംഗ്വേജും ഇവിടെ പറയാം കേട്ടോ. വേണമെങ്കിൽ നമുക്ക് ഇംഗ്ലീഷ് കൊടുക്കുക, തമിഴ് കൊടുക്കുക, എങ്ങനെ വേണമെങ്കിലും കൊടുക്കുക. പക്ഷെ ഒരു ലാംഗ്വേജ് നിങ്ങൾ എന്ത് ചെയ്യുക, എന്തായാലും മെൻഷൻ ചെയ്യണം. പിന്നെ അഡീഷണലി നിങ്ങൾക്ക് അറിയുന്ന ലാംഗ്വേജ് എല്ലാം മെൻഷൻ ചെയ്യാവുന്നതാണ് കേട്ടോ. വാലിഡേറ്റ് യുവർ ഡീറ്റെയിൽസ് കൊടുക്കുക. വാലിഡേറ്റ് ചെയ്യുമ്പോൾ എല്ലാം ഓക്കെ ആണ്. അപ്പോൾ ഓക്കെ കൊടുക്കുക. ദെൻ നെക്സ്റ്റ് സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു സംഭവം വരും. അതായത് നമ്മൾ എല്ലാം ചെയ്ത് കഴിഞ്ഞു എന്നാണ് പറയുന്നത്. ഇതിൽ നമ്മൾ എന്ത് ചെയ്യണം, എന്തെങ്കിലും തെറ്റുണ്ടോ എന്നുള്ളത് ഇവിടെ നിന്ന് ചെക്ക് ചെയ്ത് നോക്കാൻ പറ്റും കേട്ടോ. കാരണം ഇതിലെ എല്ലാ ഡീറ്റെയിൽസും നമ്മൾ കൊടുത്തത് നോക്കുക. എന്നിട്ട് ഒന്നും കൂടെ ചെക്ക് ചെയ്തിട്ട് മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ സ്റ്റുഡൻസ്, ആ കൺസേൺഡ് ആയിട്ടുള്ള അപ്ലിക്കേഷന് ഫൈനൽ സബ്മിഷൻ കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ നമ്മൾ ഇവിടെ എന്ത് കൊടുക്കുക, ഐ എഗ്രി കൊടുക്കുക. I confirm that my name as filed by me in the application form exactly matches with the name in my ID proof എന്നാണ് പറയുന്നത് അല്ലേ. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, അത് ഐ കൺഫേം കൊടുക്കുക. എന്നിട്ട് പിന്നെ there is a change in my name അല്ല, അത് പറയാൻ പാടില്ലല്ലേ. ഒന്നില്ലെങ്കിൽ ചേഞ്ച് ഇൻ മൈ നെയിം കൊടുക്കുക, അല്ലെങ്കിൽ എൻ്റെ നെയിം ആക്ച്വലി ശരിയാണെന്ന് കൊടുക്കുക. കാരണം ചിലവർക്ക് ഇപ്പോൾ മാരേജ് ഒക്കെ കഴിഞ്ഞ് പോകുമ്പോൾ ചിലപ്പോൾ നെയിമിൽ ചേഞ്ച് വരാറുണ്ട് അല്ലേ. അപ്പോൾ ആ ഒരു കേസസ് ആണ് പറയുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുക, കംപ്ലീറ്റ് രജിസ്ട്രേഷൻ കൊടുക്കുക, ഓക്കെ കൊടുക്കുക നമ്മൾ. അതിനുശേഷം
ആർ യു ഷുവർ യു വാണ്ട് ടു കണ്ടിന്യൂ? ഓക്കെ കൊടുക്കുക കേട്ടോ. ഇനി നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് തമ്പ് ഇംപ്രഷൻ ആണ് ഇവിടെ ചൂസ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഞാൻ ജസ്റ്റ് അതൊന്ന് നോക്കുന്നുണ്ട്. അപ്പോൾ തമ്പ് ഇംപ്രഷൻ കൊടുക്കുക. ഓക്കെ, ഓപ്പൺ ആവും. ഓക്കെ, അപ്പോൾ അതിൻ്റെ പ്രിവ്യൂ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. നിങ്ങളുടെ തമ്പ് ഇംപ്രഷൻ്റെ പ്രിവ്യൂ ചെക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ കൊടുക്കുക. ദെൻ ഡിക്ലറേഷൻ ഒന്ന് നോക്കുക. അപ്പോൾ ഡിക്ലറേഷൻ എന്ന് പറയുമ്പോൾ 1 സെക്കൻഡ്. ഓക്കെ, ഡിക്ലറേഷൻ നമ്മൾ ഓപ്പൺ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഡിക്ലറേഷനിൽ പറഞ്ഞിരിക്കുന്ന കണ്ടന്റ് നേരത്തെ കണ്ടന്റ് സെയിം ആണ് ഞാനിവിടെ അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. അതും എല്ലാവരും ശരിയാണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഓക്കെ, ദെൻ സെക്യൂരിറ്റി കോഡ് ലാസ്റ്റത്തെ അല്ലേ. ഓക്കെ, സെക്യൂരിറ്റി കോഡ് ലാസ്റ്റത്തെ ഒന്ന് നോക്കുക. YSKRH ആണ് വരിക അല്ലേ. ഓക്കെ, അപ്പോൾ അത് സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കുക അല്ലേ. ഓക്കെ, അപ്പോൾ സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എമൗണ്ട് പേയ്മെൻറ്റ് മാത്രമേ ബാലൻസ് വരുള്ളൂ. അതും ഒന്ന് നോക്കുക. ഓക്കെ, സബ്മിറ്റ് കൊടുക്കുക നിങ്ങൾ. ഓക്കെ, അപ്പോൾ ഇത് ചെയ്യുമ്പോൾ നമുക്ക് എന്തിലോട്ട് വരും? നമ്മുടെ പേയ്മെൻറ്റിൻ്റെ പ്ലാറ്റ്ഫോമിലോട്ട് വരും. ആ പേയ്മെൻറ്റിൻ്റെ പ്ലാറ്റ്ഫോം നമുക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റുന്നതാണ്? രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? അതിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുത്ത് വെക്കുന്നത് വളരെ നന്നായിരിക്കും കേട്ടോ. നമ്മുടെ രജിസ്ട്രേഷൻ ഐഡിയും അതുപോലെ തന്നെ പാസ്വേഡും ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങളുടെ മെയിലിലോട്ട് വന്നിട്ടുണ്ടാകും, പാസ്വേഡും വന്നിട്ടുണ്ടാകും, അതുപോലെ തന്നെ എന്തും വന്നിട്ടുണ്ടാകും? രജിസ്ട്രേഷൻ നമ്പറും വന്നിട്ടുണ്ടാകും. അപ്പോൾ ആ രജിസ്ട്രേഷൻ നമ്പറും പാസ്വേഡും ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാനും പറ്റുന്നതാണ്? എൻ്റയർ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ആ അപ്ലിക്കേഷൻ റീപ്രിന്റ് എന്തും ചെയ്യാൻ പറ്റുന്നതാണ്, നോക്കാനും പറ്റുന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ആ ഒരു ഇതും കൂടെ വേണമെങ്കിൽ നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക. ആ ഒരു ഇത് കൂടെ നമുക്ക് വേണമെങ്കിൽ നോക്കാം. സോറി, ഇത് ക്ലർക്കിൻ്റെ ആണ്. 1 സെക്കൻഡ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം ഇവിടെ. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരിക്കൽ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ. ഒരിക്കൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ ഓക്കെ ഒരിക്കൽ അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ നമ്മുടെ രജിസ്ട്രേഷൻ നമ്പറും 220 ഓക്കെ നമ്മുടെ രജിസ്ട്രേഷൻ നമ്പറും നമ്മുടെ പാസ്വേഡും കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മുടെ പാസ്വേഡ് അതുപോലെ തന്നെ ഓക്കെ ഇതൊക്കെ കൊടുത്തിട്ട് നമ്മൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തിലോട്ട് എത്താൻ പറ്റും സ്റ്റുഡൻസ്? നമ്മൾ അവസാനം ഏത് സ്റ്റേജിലാണോ ഉണ്ടായിരുന്നത് അത് നോക്കാൻ പറ്റും കേട്ടോ. ഇപ്പോൾ നമ്മൾ പേയ്മെൻറ്റും കൂടെയാണ് നമ്മൾ മെയിൽ ചെയ്തിരിക്കുന്നതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഫൈനലി ഉള്ള ഇതിൽ പോകാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇതിൽ അപ്ലോഡ് ചെയ്ത കാര്യങ്ങൾ അതുപോലെ തന്നെ പ്രിവ്യൂ ഇതൊക്കെ നമ്മൾ കഴിഞ്ഞു എന്നാണ് പറയുന്നത് അല്ലെ. ബേസിക് ഫോട്ടോ ഡീറ്റെയിൽസ്, പ്രിവ്യൂ, അപ്ലോഡ്, അതുപോലെ തന്നെ പേയ്മെൻറ്റ് മാത്രമേ പെൻഡിങ് ഉള്ളൂ. ആ പേയ്മെൻറ്റും കൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നതാണ്? ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതാണ് എൻ്റയർ പ്രോസസ്സ്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ കൺസേൺഡ് ആയിട്ടുള്ള രജിസ്ട്രേഷൻ നമ്പർ അതുപോലെ തന്നെ പാസ്വേഡ് വെച്ചിട്ട് നമുക്ക് എപ്പോൾ വേണമെങ്കിലും ലോഗിൻ ചെയ്യാൻ പറ്റും. പിന്നെ ഫർദർ ആയിട്ടുള്ള അഡ്മിറ്റ് കാർഡിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ മെയിലിൽ വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് രജിസ്ട്രേഷൻ നമ്പർ, റോൾ നമ്പറൊക്കെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നതാണ്? ആക്സസ് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. അതുപോലെ തന്നെ ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്ത് എടുക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ എല്ലാവരും 16-ാം തീയതി വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യരുത്. അതിന് മുമ്പ് തന്നെ എന്ത് ചെയ്യുക? കംപ്ലീറ്റ് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ 16-ാം തീയതി രാത്രി 11:59 വരെയാണ് സമയം, 59 സെക്കൻഡും വരെയാണ് സമയം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആരും വെയിറ്റ് ചെയ്ത് നിൽക്കരുത്. എല്ലാവരും എന്ത് ചെയ്യുക സ്റ്റുഡൻസ്? എത്രയും പെട്ടെന്ന് തന്നെ ഫോം ഫില്ല് ചെയ്യേണ്ടതാണ്. കാരണം നമുക്ക് സ്റ്റേറ്റ് ഏതാണ് കൊടുക്കേണ്ടത് എന്നുള്ള കൺഫ്യൂഷൻസ് ഒന്നും വരുന്നില്ല അല്ലേ. വളരെ എളുപ്പത്തിലുള്ള പ്രോസസ്സാണ്. അപ്പോൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ അത് ചെയ്ത് നോക്കുക കേട്ടോ സ്റ്റുഡൻസ്. ഓക്കെ സ്റ്റുഡൻസ്, ബൈ ട്ടോ.